നമുക്ക് ഈ ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞ സാധനം ഒന്ന് റീയൂസബിൾ ആക്കി എടുത്താലോ? ഈ കൊച്ചു കുട്ടികളുടെയൊക്കെ തലയിൽ വെക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ് കേട്ടത്. സാധനമൊക്കെ പൊട്ടി എല്ലാം കൂടി കളഞ്ഞെങ്കിലും നമുക്ക് ഇവനെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും പണി സാധനങ്ങളാണ് വേണ്ടത്. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പല പല വെർഷൻ കംപ്ലീറ്റ്ലി പേപ്പറിലുള്ളതൊക്കെ പിൻട്രസ്റ്റിൽ കിടന്ന് ഒരുപാട് കറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമ്മുടെ ഒരു വെർഷൻ ട്രൈ ചെയ്ത് നോക്കുന്നു. നമുക്കെന്തായാലും ഈ പെട്ടിയെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് പറ്റിയ ബ്രഷ് വൃത്തിക്ക് എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തു. പക്ഷേ പെയിൻറ് പറ്റിയ സാധനം എങ്ങനെ വൃത്തിക്ക് സൂക്ഷിക്കണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ഡെസ്ക് മുഴുവൻ എന്തായാലും വൃത്തികേടായിട്ടുണ്ട്. കയ്യിൽ ക്ലേ കുറവാണോ? സൊല്യൂഷൻ ഉണ്ട്. ഇതേപോലെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഒതുക്കി ഇതേപോലെ മടക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ക്ലേ ഇതേപോലെ ഒന്ന് പഫ്നെസ്സിന് വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനത്തിൻ്റെ പാതി റെഡി ആയിട്ടുണ്ട്, അതായത് ബേസ്. ഇനി നമുക്ക് അകത്ത് വയ്ക്കാനുള്ള സാധനം. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ഇതേപോലെ എസ്തെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്ന്. നമ്മൾ തുളിപ്പ് ഫ്ലവേഴ്സാണ് ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു നോർമൽ ക്രാഫ്റ്റ്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. പക്ഷെ ഇത് ഈ ഒരു സാധനം കോർക്ക്ലൈറ്റ് അതങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ മൊത്തം ലുക്ക് തന്നെ മാറി കിട്ടോ. അത്യാവശ്യം പിൻട്രസ്റ്റൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സാധനം പിൻട്രസ്റ്റിൽ കിടന്ന് കറങ്ങുന്നത്. എനിക്കെന്തായാലും ഇത് ഇരുട്ടത്ത് കണ്ടിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ അത്യാവശ്യം ഒരു റൂം ലൈറ്റിൽ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബായ്.